ഹായ് ഓൾ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ പുതിയൊരു അനാലിസിസ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് വീക്കിൽ, അതായത് നാളെ മുതൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ജസ്റ്റ് ഒരു അനാലിസിസും കാര്യങ്ങളും ഒക്കെയാണ് മാർക്കറ്റിൽ ഇനിയും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് ഒരു ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഡെയിലി മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ചാനൽ പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു അനാലിസിസും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഓപ്ഷൻ ബൈ ചെയ്യുന്നതും എല്ലാം ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാം ഈ ഒരു ചാനലിലൂടെ തന്നെ. ഓക്കെ, അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസും കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് ഇനിയും വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നാളെ ഡിസംബർ 30. പിന്നെ ഈ ഒരു 2024 ഇനിയൊരു 2 ട്രേഡിംഗ് ഡേയ്സും കൂടെ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ നമുക്ക് ബുധനാഴ്ച തൊട്ട് ന്യൂ ഇയർ ആ ഒരു ടൈമാണ്. ഓക്കെ, അപ്പം ഇനി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാം നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഒരു ICT അല്ലെങ്കിൽ സ്മാർട്ട് മണി അല്ലെങ്കിൽ ആ ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ നമുക്ക് അനാലിസിസും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് തന്നെ നമുക്ക് എന്താണ് ജസ്റ്റ് അനാലിസിസും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, ഒരു ഹയർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മന്ത്ലി കോൺട്രാക്റ്റ്. ഓക്കെ, മന്ത്ലി കോൺട്രാക്റ്റ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ വരുന്നത്. ഓക്കെ, ഇതിപ്പം മന്ത്ലി കോൺട്രാക്റ്റിൽ നമുക്കിപ്പം കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, മന്ത്ലി കോൺട്രാക്റ്റിൽ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് സ്റ്റിൽ ഒരു അപ് ട്രെൻഡാണ്. ഓക്കെ, സ്റ്റിൽ ഒരു അപ് ട്രെൻഡാണ്. ഇപ്പോൾ ചിലപ്പം ഈ ഒരു ലെവലിലോ എല്ലാം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ലിക്വിഡിറ്റിയാണ്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്താണ് മാർക്കറ്റിൽ ഒരു SMC പ്രകാരം എന്താണ്, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ആയതിനു ശേഷം എന്താണ് മാർക്കറ്റ് ഒരു അപ്സൈഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് കാര്യങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണ്, 19,000 നിഫ്റ്റി വരണം. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് 19,000 വരിക എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ക്രാഷ് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിനുള്ള പോസിബിലിറ്റി എന്തായാലും ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പം മാർക്കറ്റിൽ അതിനുള്ള പോസിബിലിറ്റി കാര്യങ്ങളൊന്നും ഇപ്പോഴേ മാർക്കറ്റിൽ എന്തായാലും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നെക്സ്റ്റ് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഇവിടുന്ന് എന്താണ് മാർക്കറ്റിൽ നെക്സ്റ്റ് ഒരു അവൈലബിൾ ലിക്വിഡിറ്റി ഏരിയ ഏതാണ് മാർക്കറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, മാർക്കറ്റിൽ വന്നേക്കുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യാം നമുക്ക് ഇതിൽ ഗ്രീനിലോട്ട് തന്നെ. ഓക്കെ, നമ്മളെല്ലാത്തിനെയും ഒരു മന്ത്ലി ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് സോണും കാര്യങ്ങളും എല്ലാം എന്താണ് നമ്മൾ ഗ്രീനിൽ തന്നെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ഏതാണ്, നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഏതാണ്, ഒരു പ്രീവിയസ് സ്വിംഗ് ലോ ആണ്. അപ്പോൾ അതായത് ഈ ഒരു ലെവൽ എത്രയാണ്, 23,263 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിഫ്റ്റിയുടെ ആ ഒരു കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ലെവൽ. ഓക്കെ, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമുക്ക് ഒരു റെഡിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, റെഡിൽ മാർക്ക് ചെയ്യാം. അപ്പം ഏതാണ് ഹൈ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ഏരിയാസ് ആണ് ഇത് രണ്ടും. ഓക്കെ, ഇപ്പോൾ കറണ്ട് മന്തിലെ ലോ എന്തുകൊണ്ട് ലിക്വിഡിറ്റി അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലോ ബ്രേക്ക് ആകാൻ ഹൈ പ്രോബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ആവാൻ ഹൈ പ്രോബിലിറ്റിയാണ്. സോ നമുക്ക് പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ അല്ലെങ്കിൽ പ്രീവിയസ് വീക്ക് ആ ലോ നമുക്ക് എന്താണ് ഒരു നല്ല ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു പോസിബിളായിട്ടുള്ള ഒരു ഏരിയ ഏതാണ്, 21,281. അപ്പോൾ ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് പോസിബിൾ അല്ല, പക്ഷെ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. പിന്നെ മാർക്കറ്റിൽ ഏതാണ് ഏറ്റവും ഹൈ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വന്നേക്കുന്നത്, ഓക്കെ, ഹൈ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വന്നേക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. എത്രയാണ്, ഓൾ ടൈം ഹൈ ആയ 26,277 എന്ന് പറയുന്ന ആ ഒരു ലെവലാണ് ഓൾ ടൈം ഹൈ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, ഇതൊരു മന്ത്ലി സപ്പോർട്ടാണോ മന്ത്ലി റെസിസ്റ്റൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഞാൻ ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നല്ല, ആ ഒരു കോൺസെപ്റ്റേ അല്ല. ഓക്കെ, ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ഡയറക്ഷനിൽ എങ്ങോട്ടാണോ ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ഏരിയയിലെ പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതിപ്പോൾ നമുക്ക് വീക്കിലിയാണ്. വീക്കിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ എന്താണ്, വീക്കിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ മന്ത്ലി വരച്ചേക്കുന്ന ആ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് വീക്കിലി ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, നമുക്കിനി ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോകാം. മാർക്കറ്റിലെ ഡെയിലി ടൈം ഫ്രെയിം. ഓക്കെ, ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിലെ ഒരു ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഈ ഒരു ഡയറക്ഷൻ, അതായത് ഒരു ജൂൺ, അത് ഇവർ ഒരു ബഡ്ജറ്റാണോ ഇലക്ഷനാണോ ഓർക്കുന്നില്ല. ഓക്കെ, ആ ഒരു ടൈമിൽ മാർക്കറ്റ് എന്താണ്, ഒരു വി ഷേപ്പ് റിക്കവറി നടത്തി. ഓക്കെ, വി ഷേപ്പ് റിക്കവറി നടത്തിയിട്ട് മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ എന്താണ്, ഓക്കെ, അപ്സൈഡിലോട്ട് തന്നെയായിരുന്നു. ഓക്കെ, അപ്സൈഡിലോട്ട് തന്നെയായിരുന്നു. പക്ഷേ എന്താണ്, ഈ ഒരു റേഞ്ചിൽ വന്നപ്പോഴത്തേക്കിനും മാർക്കറ്റ് ഇവിടെ എന്താണ്, സ്മാർട്ട് മണി അറിയാവുന്ന ആൾക്കാർക്ക് ഇതെന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് ഡൗൺ സൈഡിലോട്ട്. അതായത് ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും, ഓക്കെ, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, ഹയർ, ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലെ കാര്യമാണ് നിഫ്റ്റി പറയുന്നത്. ഓക്കെ, ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. അപ്പം ഇവിടുന്ന് ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നോർമലി SMCയിൽ ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് ഡൗൺ സൈഡിലോട്ട് എൻട്രി ചെയ്യാവുന്നതാണ് നമ്മുടെ കോൺസെപ്റ്റ്. പക്ഷേ എന്താണ്, മാർക്കറ്റ് അങ്ങോട്ട് ഒന്നും വരാതെ തന്നെ എന്താണ്, മാർക്കറ്റിൽ ഡൗൺ സൈഡിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്താണ്, സെയിം, ഓക്കെ, സെയിം. പക്ഷേ ഈ ഒരു ഏരിയയിൽ എന്താണ്, മാർക്കറ്റിൽ അപ്സൈഡിലോട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. അപ്സൈഡിലോട്ട് മാർക്കറ്റ് എന്താണ്, മുകളിലോട്ട് പോകാനുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഇനിയും മാർക്കറ്റിൽ എന്താണ്, ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ബോക്സ്, അതായത് 23,263 എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്, SMC പ്രകാരം ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ആയതിനു ശേഷം മാർക്കറ്റിൽ അപ്സൈഡിലോട്ട് പോകാൻ ഹൈ പ്രോബിലിറ്റി. ഓക്കെ, ഇതാണ് എന്താണ് നോർമൽ SMC സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. ഓക്കെ, ഈ ഒരു കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. മാർക്കറ്റിൻ്റെ ട്രെൻഡ് കാര്യങ്ങൾ എന്താണ്, മാർക്കറ്റിന് ആ ഒരു രീതിയിലുള്ള ലിക്വിഡിറ്റി എവിടെ ഉണ്ടോ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ ചാർട്ട് കുറച്ചുകൂടെ സൂം ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ നല്ല ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് ഏത്, നമ്മുടെ മന്ത്ലി ലോ. ഓക്കെ, മന്ത്ലി ലോ ആയ ഈ ഏരിയ 23,263 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വളരെ ലിക്വിഡായിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിലുള്ള ഗ്യാപ്പ് എന്താണ്, മാർക്കറ്റ് ഫില്ല് ചെയ്ത്. ഓക്കെ, ഇനി മാർക്കറ്റിൽ ഗ്യാപ്പ് എവിടെയുണ്ട്, ഈ ഒരു അപ്സൈഡിൽ ഗ്യാപ്പുണ്ട്. അത് കൂടാതെ തന്നെ മാർക്കറ്റിൽ വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പം ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ നിൽക്കുന്ന ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഫ്രൈഡേ 20 ഡിസംബറിൽ വന്നേക്കുന്ന ആ ഒരു ഡേ. ഓക്കെ, ആ ഒരു ഡേ ഇൻസൈഡായിട്ടാണ് നെക്സ്റ്റ് 4 ഡേയ്സിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്കറ്റിൽ എന്താണ് വരുന്നത്, നമുക്ക് ഈ ഒരു ലോ, ഓക്കെ, ഈ ഒരു ലോയും ഈ ഒരു ഹൈയും, ഓക്കെ, ഈ ഒരു ലോയും ഈ ഒരു ഹൈയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൽ. കാരണം ഇതൊരു ലിക്വിഡിറ്റി പോയിൻ്റാണ്. ഓക്കെ, ഇതൊരു ലിക്വിഡിറ്റി പോയിൻ്റാണ്. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിന് നമ്മൾ ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിനനുസരിച്ചുള്ള ട്രേഡ് കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നിഫ്റ്റിയുടെ ഒരു കേസ്. നമുക്കിനി ഒരു ഡെയിലി 4 അവർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാലും എന്താണ്, 4 അവേഴ്സിൽ ഈ ഒരു ക്യാനൽ, അതായത് ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാനലിന് പകരം മാർക്കറ്റിൽ എന്താണ്, ജസ്റ്റ് ഒരു അപ്സൈഡിലോട്ടുള്ള ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ജസ്റ്റ് എന്താണ് മാർക്കറ്റിൽ, ഓക്കെ, ഇത് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരു ചാനൽ ഫോർമേഷനിലാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു ചാനൽ ഫോർമേഷനിലാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയും നാളെ എന്താണ്, നോർമലി പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് വിചാരിക്കുന്നത് നാളെ മാർക്കറ്റ് എന്താണ്, ഈ ഒരു ഏരിയ വന്ന് ഇവിടെ വരുമ്പോഴത്തേക്കിന് ഇവിടുന്ന് ഒന്ന് ബൈ എടുക്കാം. ഇവിടുന്ന് ബൈ എടുക്കുമ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കാര്യങ്ങൾ നടത്തി കഴിയുമ്പോഴത്തേക്കിന് നോർമലി ഉള്ള റീറ്റെയിലേഴ്സ് എല്ലാം ഇവിടുന്ന് ഒന്ന് ലോങ് പൊസിഷൻ എടുക്കും. ഓക്കെ, പക്ഷേ മാർക്കറ്റിൽ എന്താണ് പൊതുവെ സംഭവിക്കുന്നത്, ഇവിടുന്ന് എല്ലാവരും ട്രാപ്പാക്കിയിട്ട് മാർക്കറ്റ് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി എടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു പൊസിഷൻസ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ,
അപ്പം നെക്സ്റ്റ് എന്താണ്, നമുക്ക് നോർമലി ഞാൻ ട്രെൻഡ് ലൈനും കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല. ഓക്കെ, ട്രെൻഡ് ലൈനും കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിലും എന്താണ് മാർക്കറ്റിൽ നല്ല ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് മാർക്കറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, നല്ലൊരു കൺസോൾട്ടേഷൻ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കിനി 15 minutes ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കിന് ഓക്കെ, ഇവിടെ ഈ 15 minutes ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് പോകുമ്പോൾ എന്താണ്, നമുക്ക് പ്രീവിയസ് അതായത് December 20 എന്ന ആ ദിവസം മാർക്കറ്റ് വീണത് നിയർലി എത്രയാണ്, 2465 മാർക്കറ്റ് വീണത് എത്രയാണ്, 23,535. നിയർലി 2%. ഓക്കെ, നിയർലി 2% ആണ് മാർക്കറ്റ് വീണത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്താണ്, ഒരു ഗ്യാപ്പ് അപ്പ് വന്നു. ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി. അപ്സൈഡിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്താണ്, നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി ആയ ഡേ ലോ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പിന്നെയും മാർക്കറ്റ് അപ്സൈഡിലോട്ട് തന്നെ പോയി. ഓക്കെ, പിന്നെ ഒരു 2 ദിവസം മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ കൺസോൾട്ടേഷൻ ആയിരുന്നു. ഓക്കെ, ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ്. ആക്ച്വലി മാർക്കറ്റിൽ ഈ ഒരു ഏരിയ, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ഒരു സേഫായിട്ടുള്ള ഒരു ഇത്. കാരണം ഈ ഒരു റേഞ്ച് നിൽക്കുന്ന കാരണം നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റിൽ ഇപ്പോൾ കമ്മിങ് ഡേയ്സിൽ ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കാം പോസിബിലിറ്റി. എന്നിട്ട് ഈ 2 ലിക്വിഡിറ്റി നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. 24,065 എന്ന അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി ലെവലും ഡൗൺ സൈഡിൽ വരുന്ന ലിക്വിഡിറ്റി ലെവൽ എന്ന് പറയുന്നത് 23,537 എന്ന ആ ഒരു ലിക്വിഡിറ്റി ലെവലുമാണ് മാർക്കറ്റിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുക. ആ ഒരു ഡയറക്ഷനിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള ഒരു എൻട്രീസും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, സേഫായിട്ട് എൻട്രി. പിന്നെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് മാർക്കറ്റിൽ വന്നേക്കുന്ന ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലാണ് ഈ ഒരു ലെവൽ. എത്രയാണ്, 23,653 എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്കെന്താണ്, പ്രീവിയസ് ഡേ ഹൈ, അതായത് ഈ ഒരു ലെവലും ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷമുള്ള പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ എൻട്രി കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അല്ല സ്വീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻട്രി കാര്യങ്ങൾ എടുക്കുകയല്ല, ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മാർക്കറ്റ് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എൻട്രി കാര്യങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താണ് നിഫ്റ്റിയിൽ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി അടുത്ത ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മന്ത്ലി ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കിന് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലുള്ള ഇത് എന്താണ്, ഇവിടെ നിന്നെല്ലാം എന്താണ്, ഈ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ നല്ല ബൈയിങ് പ്രഷറുണ്ട്. ഓക്കെ, നല്ല ബൈയിങ് പ്രഷറുണ്ട്. അപ്പം ഈ ഒരു ബൈയിങ് പ്രഷർ പക്ഷേ എന്താണ്, മാർക്കറ്റിനെ അപ്സൈഡിലോട്ട് പുഷ് ചെയ്യുന്നില്ല. ഓക്കെ, മാർക്കറ്റ് എത്ര കയറിയാലും അതേപടി തന്നെ സെൽ ഓഫ് നടക്കുന്നുണ്ട്. സോ ഈ ഒരു ബൈയിങ് അത്ര സ്ട്രോങ് ആവുന്നില്ല. സോ നമുക്ക് എന്താണ്, ഇവിടുന്നുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയാസ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു റേഞ്ച്, ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 49,654, അതായത് നമ്മുടെ പ്രീവിയസ് സ്വിംഗ് ലോ. ഓക്കെ, കറൻ്റ്ലി ഉള്ള ഏറ്റവും ലോ ആണ് നമുക്ക് ഈ ഒരു ലെവൽ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്, 46,000 ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഫോൾ വരണം. ഓക്കെ, നമുക്കിനി വീക്ക്ലി അനാലിസിസിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്, വീക്ക്ലി അനാലിസിസിൽ മാർക്കറ്റിൽ വന്നേക്കുന്നത് എന്താണ്, ഒരു അപ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ വീക്ക്ലി അനാലിസിസ് വന്നേക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി. ഓക്കെ, ഡൗൺ സൈഡിലോട്ട് വന്നു, അപ്പ് സൈഡിലോട്ട് പോയി. ഈ ഒരു ലോ എന്താണ്, ഇതുവരെയായിട്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബിളി ചിലപ്പം ഈ ഒരു ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകാനും ഹൈ പ്രോബിലിറ്റി ഉണ്ട്. കാരണം ഈ ഒരു ലോ ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് ആൾക്കാർ വിചാരിക്കും ലോ ഡൗൺ സൈഡിലോട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യായി, ഇനിയും ഡൗൺ സൈഡിലോട്ടായിരിക്കും മുമ്പിൽ എന്നുള്ളത് റീറ്റെയിൽസിനെ ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകാൻ ഹൈ പ്രോബിലിറ്റിയാണ്. അപ്പം ഇനിയും നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ അനാലിസിസിലോട്ട് പോകും. ഡെയിലി ടൈം ഫ്രെയിം അനാലിസിസിൽ നോക്കുമ്പോഴത്തേക്കിന് എന്താണ്, മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ
എന്താണ് ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വന്നു. ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. എന്നിട്ട് എന്താണ് ഈ ഒരു സിംഗിളോ മാർക്കറ്റ് പിന്നെ എടുത്തു. അപ്പോൾ ഇതെന്താണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ചെയ്യേണ്ട ഇവിടുത്തെ കറൻ്റ് സിങ് ഏതാണ്? ഈ ഒരു സിങ്. അപ്പം എന്താണ് അപ്പ് സൈഡിലോട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നു. ഇനി എന്താണ് ഈ മാർക്കറ്റിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തു. ഇനിയും ഗ്യാപ്പ് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, മാർക്കറ്റ് പോസിബിളി കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഇനിയും നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ഏതാണ്? ഇത് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്, ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, ഇത് നല്ലൊരു അക്യൂമുലേഷനാണ് മാർക്കറ്റിൽ നടന്നത്. കാരണം ഈ ഒരു അക്യൂമുലേഷന് ശേഷം മാർക്കറ്റ് എന്താണ് നല്ലപോലെ അപ്സൈഡിലോട്ട് പോയി. ഈ ഒരു റേഞ്ചിൽ നിന്നുള്ള എന്താണ് ഇത് ഒരു അക്യൂമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കാരണം ഈ ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റിൽ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് മാർക്കറ്റ് നല്ലൊരു ഫോൾ വന്നിട്ട് ഈ ഒരു റേഞ്ച് നിയർലി എത്രയാണ് ഒക്ടോബർ ടു നവംബർ ഡിസംബർ വരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് എന്താണ് മാർക്കറ്റ് ഇവിടുന്ന് വന്ന് ഈ ഒരു റേഞ്ച് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട് നമുക്കപ്പം. ഇപ്പോൾ കറൻ്റ്ലി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പൊസിഷൻ എന്താണ് ഒരു ബുള്ളിഷ് തന്നെയാണ് ഡെയിലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ആ ഒരു ബുള്ളിഷ്നെസ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. നമുക്ക് നോക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഇൻട്രാഡേ ട്രേഡ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് തന്നെ മാർക്കറ്റ് പോകണം. ഓക്കെ, ലോവർ ടൈം ഫ്രെയിം നമുക്ക് 4 hours കൂടെ മാർക്കറ്റിൽ നോക്കാം. ഓക്കെ, 4 hours തന്നെ മാർക്കറ്റ് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്. ഓക്കെ, നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു മാർക്കറ്റ് നിന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ അടുത്ത 2 ദിവസവും ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസം എന്താണ് മാർക്കറ്റ് അവിടെ നിന്ന് ഹൈ കട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു. പിന്നെ എന്താണ് മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. ഓക്കെ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. ഓക്കെ, നമുക്ക് ഇതെന്താണ് ഇത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഇനി ഇനിയും മോസ്റ്റ് പ്രോബബ്ലി ബാങ്ക് നിഫ്റ്റി വരാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറൻ്റ്ലി നമുക്കിപ്പം ഉള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോയും ഈ ഒരു റേഞ്ചുമാണ്. ഓക്കെ, അതായത് 49,659 എന്ന് പറയുന്നത് കറൻ്റ്ലി ഉള്ള ഏരിയാസാണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളും. ഓക്കെ, അപ്പം നമുക്കിനി 4 hours നമുക്ക് നോക്കാം. 4 hours എന്താണ് ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കിനി 15 minutes അനാലിസിസിലോട്ട് പോകുമ്പോഴത്തേക്കിന് 15 minutes എന്താണ് മാർക്കറ്റിൽ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. അപ്പം ഈ ഒരു റേഞ്ച് 51,740 അല്ലെങ്കിൽ 50,609 എന്നൊരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എൻ്റർ ചെയ്യുന്നതായിരിക്കും മച്ച് ബെറ്റർ. പിന്നെ നമുക്ക് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്താണ് ഈ ഒരു റേഞ്ച് 59,51 എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസും കാര്യങ്ങളും. ഞാനപ്പം ഈ ഒരു അനാലിസിസിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നമ്മൾ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്കും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.